മരണത്തെ നമുക്കെല്ലാം ഭയമാണ്. നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ വളരെയേറെ വിലപ്പെട്ടതാണ്. ഇത് ഈ ശരീരത്തിൽ നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. മരണം എന്നായാലും ഉണ്ടാവും. എന്നാൽ അകാല മൃത്യു തടയേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അതിനായി ഏറ്റവും രഹസ്യമായിട്ടുള്ള ഒരു മന്ത്രമാണ് മഹാമൃത്യുഞ്ജന മന്ത്രം. മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് മഹാമൃത്യുഞ്ജന മന്ത്രം. നമ്മുടെ ഉള്ളിലുള്ള വിപരീത ഊർജത്തെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം കൂട്ടാൻ ഈ മന്ത്രം സഹായിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ശാരീരികവും മാനസികവുമായ ശുദ്ധി പാലിക്കണം. ജപിക്കുന്നയാളിന്റെ പ്രാണന് ബലം നൽകുവാൻ പാകത്തിലുള്ള ഇതിലെ വരികൾ ഒരു ദിവസം 108 അല്ലെങ്കിൽ 1008 ആവർത്തിയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ കുറഞ്ഞത് ഒരു ആവർത്തിയെങ്കിലും ഈ മന്ത്രം ശുദ്ധിയോടെ ജപിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. 4 വരികളിൽ ജീവനറ്റ കാതലായ സ്വത്വത്തെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന മന്ത്രമാണിത്. അകാരണമായ മൃത്യുഭയം പിന്തുടരുന്നവരിൽ മനക്കരുത്തും ജീവരക്ഷയും പ്രദാനം ചെയ്യുന്ന മന്ത്രമാണിത്. അതായത് മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രമാണ് മൃത്യുഞ്ജന മന്ത്രമെന്ന് സാരം. മന്ത്രത്തിന്റെ അർത്ഥം നമുക്ക് വിശദമായി നോക്കാം. ത്രിലോചനനായ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സുഗന്ധത്തെയും അഭിവൃദ്ധിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും, പക്ഷെ അമരത്വത്തിൽ നിന്നല്ല. ഈ ജന്മത്തിൽ തനിക്കായി മാറ്റിവെക്കപ്പെട്ട കർമ്മങ്ങൾ എല്ലാം പൂർത്തിയാക്കിയ ശേഷം ശരീരത്തിൽ നിന്നും സ്വയം വേർപെടേണ്ട സമയത്ത് മാത്രം തൻ്റെ ജീവന്റെ ബന്ധം ഈ ശരീരത്തിൽ നിന്നും മാറ്റണമേ എന്നാണ് മന്ത്രം ജപിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പരമരഹസ്യമായിരുന്ന മഹാമൃത്യുഞ്ജന മന്ത്രം മാർക്കണ്ഡേയ ഋഷിയാണ് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ദക്ഷശാപഫലമായി രോഗിയായി തീർന്ന ചന്ദ്രദേവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി മാർക്കണ്ഡേയ ഋഷി മഹാമൃത്യുഞ്ജന മന്ത്രം ദക്ഷപുത്രിയായ സതിക്ക് നൽകുകയായിരുന്നു.